അന്ന് മഹാനുഭാവന് 40 വയസ്സായിരിക്കും. അന്ന് ജനങ്ങളുടെ കൈവശം സാമ്പത്തികമില്ല, സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ നിലകൊള്ളുകയാണ്. യഹ്സുൽ മാല ഹസിയൻ ലാ യഅദ്ദുഹു അദ്ദ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കും. മുസ്ലിമീങ്ങളുടെ പരാധീനതകളിൽ വിഷമങ്ങളൊക്കെ അദ്ദേഹം തീർത്തു കൊടുക്കും. യഹ്സിൽ മാല ഹസിയൻ ലാ യഅദ്ദുഹു അദ്ദ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പണം ഇങ്ങനെ വാരി വിതറും, ആവശ്യത്തിനനുസൃതമായിട്ട് ഇട്ടുകൊടുക്കും. ആർക്ക് വേണം? യഹ്സിൽ മാലൻ ഹഫിയൻ ലാ യഅദ്ദുഹു അദ്ദ. അതൊന്നും എണ്ണുന്ന പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ നോക്കിയിട്ടൊന്ന് കുലുക്ക് നോക്കിയിട്ട് എന്നാ ബിസ്മില്ല പിടിച്ചോന്നാൻ പറയും. ആര്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ വരാനിരിക്കുന്ന സംഭവമാണ്. ഇപ്പൊ ചിലർ ചിന്തിക്കും, അല്ലാഹു ഇമാം മഹ്ദിയുടെ കാലഘട്ടം കൂടി കണ്ടിട്ട് മരിപ്പിക്കണേ റബ്ബേ, കാരണം കുറച്ച് കാശ് കിട്ടുമല്ലോ. അതാ നമ്മുടെ ചിന്താഗതി. നമുക്ക് എപ്പോഴും